യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ, കലാപങ്ങൾ ലോകം മുഴുവൻ വളരെ വലിയ ആശങ്കയിൽ തന്നെയാണ്. അതിലേറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് നമ്മൾ പലതവണ നിലപാട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തിട്ടുള്ള ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക ആ ഒരു യുദ്ധം തന്നെയാണ്. എന്നാൽ ഈ യുദ്ധങ്ങൾ ഇങ്ങനെ ശക്തിപ്പെടുമ്പോൾ, സംഘർഷങ്ങൾ ഇങ്ങനെ മൂർച്ഛിക്കുമ്പോൾ, കലാപങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ അതിൻ്റെ ഒരു ആത്മീയ തലം എന്തൊക്കെയാണ്? ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ചുറ്റിലും വലിയ കലാപങ്ങളും സംഘർഷങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അത് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെ? ഈ പറയുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നവ, ഇതിനു മുമ്പ് നടന്നവ, ഇനി നടക്കാൻ പോകുന്നവ, ഇതിനെപ്പറ്റിയൊക്കെ പരിശുദ്ധ ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ടോ? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോയ്സ് ജോൺ. ജോൺ, നമുക്കറിയാം ലോകമെമ്പാടും സംഘർഷങ്ങൾ അതിരൂക്ഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം, അതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിശകലനങ്ങളും ആ യുദ്ധത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്, എന്തൊക്കെയാണ് അവിടെ യഥാർത്ഥത്തിൽ യുദ്ധഭൂമിയിൽ സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള അവലോകനങ്ങൾ നമ്മുടെ നിലപാട് പ്ലാറ്റ്ഫോമിലും നമ്മുടെ പല ന്യൂസ് ഡിബേറ്റുകളിലും ന്യൂസുകളിലും ചർച്ചകളിലും ഒക്കെ നമ്മൾ പങ്കുവച്ചതാണ്. നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം എല്ലാ ഭാഗത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇങ്ങനെ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം 5 വർഷത്തോളമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിൽ ആഭ്യന്തര സംഘർഷങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വിവിധ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് പല മേഖലകൾ, അവിടെയൊക്കെ ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെടുന്നു. മറ്റു പല തരത്തിലുള്ള തീവ്രവാദങ്ങൾ പല രീതിയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, ഭീകരാക്രമണങ്ങൾ, സംഘർഷങ്ങൾ, കലാപങ്ങൾ നമുക്ക് നൽകുന്ന ഒരു ആത്മീയമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ അത് നൽകുന്ന ഒരു ആത്മീയമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്, ആത്മീയമായിട്ടുള്ളൊരു മുന്നറിയിപ്പുണ്ട്, ഒരു സന്ദേശമുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു വശം നമുക്കൊന്ന് ചിന്തിക്കാമെന്ന്, കൂടുതൽ വിശദമായിട്ട് ചിന്തിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഒപ്പം തന്നെ യുദ്ധത്തിൻ്റെ മറ്റ് പല ആസ്പെക്ട്സ് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. ഞാൻ ആദ്യം ജോണിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റ് തന്നെയാണ് ജോൺ. അതായത് നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ വരുന്നു, യുദ്ധം വരുന്നു, നമ്മൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു, അവലോകനം നടത്തുന്നു. പക്ഷേ ആ ഒരു അങ്ങനെ നിൽക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ ഒരു ബിബ്ലിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ, ഒരു സ്പിരിച്വൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ, അത് നമുക്ക് നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട്. ചരിത്രത്തിൽ ആകമാനം നോക്കുകയാണെങ്കിൽ കൂടുതലും ചരിത്രങ്ങൾ പറയുന്നത് കലഹങ്ങളും കലാപങ്ങളും യുദ്ധങ്ങളുടെ ഒരു ചരിത്രമാണ്. അതിൽ വിജയിച്ചവരുടെയും തോറ്റവരുടെയും ചരിത്രം ഇത് ബൈബിളിൽ ചരിത്രത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം പറയാം, ഒരു 3500 വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തകൻ എഴുതി വെച്ചൊരു ഒരു ബൈബിൾ വാക്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? സങ്കീർത്തനം 68 ആണ് ശരിക്കും പറയാം. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തണമേ എന്ന് പറഞ്ഞുള്ള ബൈബിൾ ഭാഗമാണ്. എന്നിട്ട് ബൈബിൾ വചനത്തിൽ തന്നെ വീണ്ടും ആ അധ്യായത്തിൽ തന്നെ, സങ്കീർത്തനം ആ അധ്യായത്തിൽ തന്നെ പറയാണ്, കലഹപ്രിയരായ യുദ്ധപ്രിയരായ ജനതകളെ ചിതറിക്കണമേ എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു വാക്ക് അതിൽ പറയുന്നുണ്ട്, കലഹപ്രിയർ വരണ്ട ഭൂമിയിൽ താമസിക്കും. അപ്പം ഇത്ര വാക്കുകൾ വെച്ച് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ നമുക്കറിയാം മിക്ക സ്ഥലങ്ങളിലും, അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ക്രൈസ്തവരുടെ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ, ക്രൈസ്തവരുടെ ലോകം എന്ന് വെച്ചാൽ കത്തോലിക്കരാകട്ടെ, ക്രൈസ്തവർ എന്നുള്ള ഈ അവരുടെ ആത്മീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു യുദ്ധം അവിടെ നടക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലുള്ള വലിയൊരു യുദ്ധം, അത് തോക്കും ഗണ്ണും അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസും അല്ല, അതിനേക്കാളും വലിയൊരു ശക്തിയുള്ളൊരു യുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മൾ തിരിച്ചൊരു ഭൗതിക തലത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ ക്രൈസ്തവർക്കെതിരെ മിക്ക സ്ഥലങ്ങളിലും, ഇന്ത്യ ഉൾപ്പെടെ, കൃത്യമായിട്ട് പറയാം, ഇന്ത്യ ഉൾപ്പെടെ മിക്ക സ്ഥലങ്ങളിലും ഈ ക്രൈസ്തവർക്കെതിരായുള്ള പീഡനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ കണക്ക് ഓരോ ദിവസവും പലപ്പോഴും പല മാധ്യമങ്ങൾ പുറത്തു വിടുന്നില്ല, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. മറ്റു സ്ഥലങ്ങൾ, മിക്ക സ്ഥലങ്ങളിലും, നൈജീരിയ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഇത് വർദ്ധിക്കുന്നുണ്ട്. ഇനി യുദ്ധങ്ങളുടെ കാര്യത്തിൽ എടുത്ത് നോക്കിയോ, ബൈബിളിൽ ഈ ഒരു ലൂക്കാ സുവിശേഷം അധ്യായം 21 അധ്യായത്തിൽ 8 വാക്യത്തിൽ, 21 അധ്യായം 8 വാക്യത്തിൽ ഈശോ പറഞ്ഞൊരു വചനമാണ്. അത് നിറവേറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ കാര്യങ്ങൾ. ബൈബിൾ പറയുന്നുണ്ട്, അവർ ചോദിച്ചു, ഗുരു, ഇതെപ്പോഴാണ് സംഭവിക്കുക? അതായത് ക്ലേശങ്ങളുടെ ആരംഭം എന്ന് പറഞ്ഞൊരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ്? അപ്പോൾ 2-3 കുറച്ച് വചനങ്ങൾ പറയാണ്. ഒന്നാമത്തെ ഈശോ പറയാണ്, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ, എന്തെന്നാൽ പലരും അവൻ
ഞാനാണ് എന്നും സമയം അടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും, അത് നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. ഈ വചനം ഇപ്പോൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിൽ നോക്കിയോളൂ, ഞാനാണ് യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവമാണ് എന്നെ അയച്ചത് എന്ന പേരിൽ പലരും വന്ന് നടക്കുന്നുണ്ട്. അപ്പൊ പലരും അവരുടെ ഐഡിയോളജി പിന്തുടർന്ന് അവരുടെ പിന്നാലെ പോയി ചതിക്കപ്പെട്ടു അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടുന്നുണ്ട്. ബൈബിൾ കൃത്യമായിട്ട് പൗലോസ്ലീഹ പറയുന്നൊരു വാക്യമുണ്ട്, വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ആ സമയത്ത് ഞാൻ അവരിൽ ഉണർത്തും. ദൈവം ഉണർത്തും എന്നതിനേക്കാൾ ഉപരി ആ ഒരു സമയത്ത് അവർക്കുണ്ടാവും. അതുകൊണ്ട് അവർ സത്യം ഉപേക്ഷിച്ച് വ്യാജത്തെ അല്ലെങ്കിൽ വ്യാജമായതിനെ വിശ്വസിക്കും. അത് വലിയൊരു കാര്യമാണ്. സത്യത്തെ, അതായത് അവർക്ക് സത്യം വേണ്ട, അവർക്ക് സത്യത്തെ പിന്തുടരാൻ താല്പര്യമില്ല. അതുകൊണ്ട് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നതാണ്, അവർക്ക് സത്യത്തെ പിന്തുടരാൻ താല്പര്യമില്ലാതിന് അല്ലെങ്കിൽ അവജ്ഞ, അങ്ങനെയൊരു യൂസേജ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വ്യാജമായതിനെ വിശ്വസിക്കാൻ പോകുന്ന ഒരു മിഥ്യാബോധം ഞാൻ അവരിൽ ഉണർത്തുമെന്ന് പൗലോസ്ലീഹയുടെ ഒരു പ്രവചനത്തിൽ, പൗലോസ്ലീഹ അപ്പസ്തലനായിരുന്നു, അതേസമയം അദ്ദേഹം കുറച്ച് ഈ പ്രവാചക രീതിയിലുള്ള അല്ലെങ്കിൽ പ്രവചനാത്മകമായ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 തെസ്സലോനിക്കയിലെ 1-2 അധ്യായത്തിൽ ഇതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ക്ലേശങ്ങൾ ആരംഭത്തിൽ പറയുന്ന കാര്യം ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. രണ്ടാമത്തെ കാര്യം പറയാണ്, യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്, ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്. പ്രവചനങ്ങളിലുണ്ട്, ബൈബിളുണ്ട്, അതൊക്കെ ബൈബിൾ ഉള്ളതാണ്. അപ്പോൾ യുദ്ധങ്ങളുണ്ടാവും. യുക്രൈൻ റഷ്യ യുദ്ധമുണ്ട്, ഇറാനിലെ യുദ്ധങ്ങളുണ്ട്. അപ്പോൾ ലോകമെമ്പാടും പല സ്ഥലങ്ങളിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ചാഡ് റിപ്പബ്ലിക്കും ഒരു പ്രശ്നമില്ലാതെ തന്നെ ചാഡ് റിപ്പബ്ലിക്കും സുഡാനും നമ്മളിപ്പോ ഈ അതിർത്തി പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നു. ആഭ്യന്തര കലാപം. അതെ. ഇനി അവിടെ നോക്കുമ്പോൾ വീണ്ടും ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം, ക്യൂബ, ഇക്വഡോർ, അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ പ്രശ്നങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാണ്, യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്, ഇവയെല്ലാം ആദ്യം സംഭവിക്കാനുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിപ്പോ എത്ര പറഞ്ഞാലും ഇതുണ്ടാവരുന്ന് പറഞ്ഞാലും സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിന് മാറ്റമൊന്നുമില്ല. നമുക്ക് സാധിക്കാന്നുള്ള കാര്യം ഒരുപക്ഷെ അത് നീട്ടി നിൽക്കാൻ മാത്രമേ ഉള്ളൂ. സംഭവിക്കേണ്ടതാണ്. അപ്പൊ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. പിന്നെ അടുത്ത് പറയാണ്, ജനത്തിനെതിരായും രാജ്യത്തിനെതിരായും വരും എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജനത്തിനെതിരായി വരുന്നു, രാജ്യങ്ങൾക്കെതിരായി വരുന്നു. പിന്നെ പറയാണ്, വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും, ഭീകര സംഭവങ്ങൾ, ആകാശത്തിൽ വലിയ അടയാളങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. വലിയ അപ്പൊ ഈ പിന്നെയുള്ളത് ക്രൈസ്തവരെ പ്രതി പറയാണ്, ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ പിന്നെ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഈ അവസാനം ഒരു വിശ്വാസ ത്യാഗം ഉണ്ടാവും എന്നുള്ള വാക്കുകളൊക്കെയാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത് യേശുവിന്റെ 2ാം വരവിന് മുമ്പായിട്ടുള്ള തുടക്കം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കും, പക്ഷേ ഇവയൊന്നും അവസാനമല്ല എന്ന് പറയും, തുടക്കം മാത്രം ആയിട്ടുള്ളൂ എന്ന് പറയുന്നത്, ഇവയ്ക്ക് സംഭവിക്കാനുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ പ്രവചനങ്ങൾ കൃത്യമായിട്ട് ബൈബിൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു തരത്തില് ഒരു ക്രൈസ്തവനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്പിരിച്വൽ തലത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷിക്കുകയാണ് വേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വചനം അവിടെ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞിട്ടുള്ള ആകാശം ഭൂമിയും മാറിയാലും എന്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് ബൈബിൾ പറഞ്ഞു. ആ വചനം നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് വിഷമമുണ്ടാകുന്ന കാര്യം എന്താണ്? ഈ ഭൗതിക ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ, ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ ധാരാളം ആളുകൾ കഷ്ടപ്പെട്ടും പട്ടിണിയിലും പകർച്ചവ്യാധികൾ, സാംക്രമിക രോഗങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യനുണ്ടാകുന്ന ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന വാർത്തയാണ്, സുഡാനിലാന്ന് തോന്നുന്നു, സുഡാനിലും അതുപോലെ എത്യോപ്യയിലും അങ്ങനെ അനേകം കുട്ടികൾ ഭക്ഷണമില്ലാതെ മരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പൊ ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകുന്നു. അത് ഈ 21-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല ഇത് ഉണ്ടായിട്ടുണ്ട്, അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇതിന്റെ ഒരു തീവ്രത കുറച്ചും കൂടി കൂടിയിട്ടില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരു നൂറ്റാണ്ട് പിന്നിട്ട് നോക്കുമ്പോൾ, 20-ാം നൂറ്റാണ്ട് നോക്കുമ്പോൾ, ഇന്നുണ്ടായിരുന്നതിന്റെ വെപ്പൺസ് അല്ലെങ്കിൽ ആയുധ ശേഖരങ്ങളും അതിന്റെ തീവ്രതയും അതിന്റെ കപ്പാസിറ്റി ഒക്കെ വളരെ കുറവായിരുന്നു നമുക്കറിയാം. പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ ഏകദേശം 6-7 രാജ്യങ്ങൾക്ക് ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. അത് ഇനി മറ്റു രാജ്യങ്ങളിലേക്കും അവർ തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങൾ സ്വന്തമായിട്ട് ന്യൂക്ലിയർ വെപ്പൺസ് നിർമ്മിക്കാൻ നോക്കുകയാണെങ്കിൽ മിക്ക രാജ്യങ്ങളിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാവും. അപ്പോൾ ഒരുപക്ഷെ അങ്ങനത്തെ ഒരു വലിയൊരു യുദ്ധം ഉണ്ടാവണമെങ്കിൽ ഭൂമി മൊത്തം മനുഷ്യരാശിയുടെ അന്ത്യം കുറിക്കുന്ന അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ അന്ത്യം കുറിക്കുന്ന യുദ്ധം ഭൂമിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു അവസ്ഥക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ബൈബിൾ പ്രവചനങ്ങൾ ഒന്നിടവിട്ട് അല്ലെങ്കിൽ ഒന്നൊഴിയാതെ ബൈബിൾ പ്രവചനം നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ്. അതിന്റെ അർത്ഥം തന്നെ യേശുക്രിസ്തു ദൈവമാണ്, യേശു സത്യമാണ്, ബൈബിളുള്ള സത്യമാണ്, ദൈവത്തിന്റെ വചനമാണ് എന്നുള്ള ബോധ്യമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി സ്പിരിച്വൽ കുറച്ചും കൂടി ഒരു ആത്മീയ തലത്തിലേക്ക് നമുക്ക് ചിന്തിക്കാന്നുള്ളത്, ഈ യുദ്ധവും അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ക്രൈസ്തവരായ നമ്മൾ ഈ ബൈബിൾ ഒരു വചനം പറയുന്നുണ്ട്, ദുഷ്ടർ മരിക്കുന്നതിലോ അല്ലെങ്കിൽ
അവർ നശിക്കുന്നതിൽ ദൈവം സന്തോഷിക്കുന്നുണ്ടോ? പഴയ നിയമത്തിൽ ചോദിക്കുന്ന ഒരു വചനമാണ്. ദുഷ്ടൻ മരിക്കുന്നതിൽ ഇപ്പോൾ നമുക്കറിയാം ഇറാനിലോ അങ്ങനെയല്ല പല തീവ്രവാദികളും ഇപ്പോൾ നമ്മുടെ രാജ്യത്തായാലും അല്ലെങ്കിൽ ലോകമെമ്പാടും തീവ്രവാദികൾ എന്നറിയപ്പെടുന്ന ധാരാളം ആളുകളെ കൊല്ലുന്നു. അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ മരിച്ചു വീഴുന്നുണ്ട്. ബൈബിൾ പറയുന്നതാണ്, ദുഷ്ടൻ മരിക്കുന്നതിലാണോ ഞാൻ സന്തോഷിക്കുന്നത്? അവൻ തിരിച്ചു വന്ന് മനസ്തപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവൻ മാനസാന്തരപ്പെട്ട് പുതിയൊരു വ്യക്തിയാകുന്നതല്ലേ ഞാൻ സന്തോഷിക്കുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മാനസാന്തരത്തിന്റെ ഒരു കാലഘട്ടമാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇറാനിൽ ഉൾപ്പെടെ ലോകത്തിന് മറ്റു പല രാജ്യങ്ങളിലും ഇപ്പൊ ഈ അടുത്ത ഹോങ്കോങ്ങിലോ തോന്നുന്നു ധാരാളം ആളുകൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം. ഈ നമ്മള് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഭീഷണിപ്പെടുത്തിയിട്ടോ വാളും തോക്കും ചൂണ്ടിയിട്ട് നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസമല്ല ക്രൈസ്തവ വിശ്വാസം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ കൺവിക്ഷന്റെ പുറത്താണ് ആ കൺവേഷൻ സംഭവിക്കുന്നത്. കൺവിക്ഷന്റെ പുറത്താണ് ആ കൺവേഷൻ. ക്രൈസ്തവ മതത്തിലേക്ക് മാമോദിസം പോകുന്നത് കൺവിക്ഷന്റെ പുറത്താണ്. അങ്ങനെ വരുന്ന ആൾക്കാരാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഈ അല്ലാതെ വരുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ വന്നു കഴിഞ്ഞു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, തിരിച്ച് പഴയനേക്കാളും മോശമായിട്ട് പോകും, അങ്ങനെ ആൾക്കാരുണ്ട്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൺവിക്ഷൻ വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു കുറെ മാനസാന്തരങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. സാത്താനിക ആരാധനയിലോ അങ്ങനെയുള്ള ഒരു ബലിയർപ്പിക്കുന്ന വൈദികൻ തന്നെ ഒരു മാനസാന്തരപ്പെട്ട ഒരു കഥയല്ല, ഒരു സംഭവം ഇഷ്ടംപോലെ ഇതുപോലെയുള്ള കുറെ സംഭവങ്ങൾ. ന്യൂയോർക്കിലെ വലിയ ഗ്രാങ്സ്റ്റർ ആയിരുന്ന നിക്കി ക്രൂസ് എന്ന് പറഞ്ഞൊരു വ്യക്തി മാനസാന്തരപ്പെട്ട ഒരു കഥയുണ്ട്. ആളൊരു ബുക്കിന്റെ പേരാണ് റൺ ബേബി റൺ എന്ന് പറഞ്ഞൊരു ബുക്കാളുടെ ആൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്ത് ഇത്ര വലിയ മാനസാന്തരങ്ങളൊക്കെ വരാൻ കാരണം ഗുണ്ട തലവന്മാരൊക്കെ മാനസാന്തരപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ മാനസാന്തരം 1-2 ദിവസത്തേക്കല്ല, അത് സ്റ്റേബിൾ ആയിട്ടൊരു മാനസാന്തരമൊക്കെ വരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലൂടെ ഇത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു മാനസാന്തരത്തിന്റെ സമയമാണ്. 2, ഇതൊരു പ്രാർത്ഥനയുടെ സമയമാണ്, സമാധാനത്തിന് വേണ്ടിയുള്ള. നമുക്ക് ബൈബിൾ ഒരു വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്, മറ്റുള്ളവർ എന്ന് വെച്ചാൽ വിജാതിയരാണ് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർ വിജാതിയർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രകാശം അവരുടെ മേൽ, നിങ്ങളുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രകാശം മേൽ അവർ ഉദിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ ഇസ്രായേലും അങ്ങനെയുള്ള രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ നമ്മളിരുന്ന് സന്തോഷം, ഇങ്ങാനും വീണു, ഭയങ്കര സന്തോഷം, അല്ലെങ്കിൽ ഇന്നാൾ നശിച്ചുനോ. ബൈബിൾ പറയുന്നുണ്ട് കൃത്യമായിട്ട്, ദുഷ്ടൻ നശിക്കുന്നതിലാണോ ഞാൻ സന്തോഷിക്കുന്നത്? അല്ല എന്നാണ് ബൈബിൾ ദൈവം ആഗ്രഹിക്കുന്നത്. ദുഷ്ടൻ നശിക്കുന്നതിലല്ല, ദുഷ്ടൻ തിരിച്ചു വന്ന് മാനസാന്തരപ്പെടുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ മരണപ്പെടുന്നു എന്നുള്ള പറയുമ്പോൾ ക്രൈസ്തവരായ അല്ലെങ്കിൽ കുറച്ചും കൂടി കത്തോലിക്ക വിശ്വാസത്തിലുള്ള നമ്മൾ ചെയ്യേണ്ടത് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. യുദ്ധങ്ങൾ ഉണ്ടാവുന്നതാണ്, അത് എന്തായാലും ഉണ്ടാവും എന്നുള്ള ഉറപ്പ് തന്നെയാണ്. യുദ്ധം ഉണ്ടാവരുത് എന്നതിനേക്കാൾ ഉപരി പ്രാർത്ഥിക്കേണ്ടത് മനുഷ്യന്റെ രക്ഷ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ ഈ ലോകത്തില് യുദ്ധം വന്നാലും വന്നില്ലെങ്കിലും മനുഷ്യൻ മരിക്കും, ഉറപ്പാണ്. 100% മരിക്കും. ഇപ്പൊ ആരായാലും മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. മരിച്ചു കഴിഞ്ഞ് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിലെത്തുമോ, അറ്റ്ലീസ്റ്റ് ശുദ്ധീകരണ സ്ഥലം വഴി എങ്കിലും സ്വർഗത്തിലെത്തുമോ, അതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ കറക്റ്റാണ് ജോൺ പറയുന്നത്. കാരണം നമ്മൾ പരിശുദ്ധ ബൈബിൾ എടുത്ത് നോക്കുമ്പോൾ നിരവധി പ്രവചനങ്ങളാണ് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇനിയും പൂർത്തീകരിക്കാൻ നിരവധി പ്രവചനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിരവധി പ്രവചനങ്ങൾ ഇപ്പോൾ ജോൺ പറഞ്ഞതുപോലെ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു അത്ഭുതം തന്നെയാണ് പരിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജോൺ പറഞ്ഞതിൻ്റെ ഒരു സംഗ്രഹം ഇതാണ്. നമുക്ക് ഈ യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു യാദൃശ്ചികമല്ല, അത് പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണം തന്നെയാണ്. കൂടുതൽ പ്രാർത്ഥനയിലേക്കാണ് ഇത്തരം യുദ്ധങ്ങളും സംഘർഷങ്ങളും നമ്മെ ആഹ്വാനം ചെയ്യുന്നത്, പ്രത്യേകിച്ച് ആത്മരക്ഷ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഞാൻ ജോയ്സിലേക്ക് വരുമ്പോൾ, ജോയ്സ് നമുക്കറിയാം ഇപ്പം ജോൺ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമുക്കറിയാം ഈ പ്രവചനങ്ങൾ ഇങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്നു. അത് ഒന്നില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം, അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ, അതിനൊരു അപ്പോക്ലിപ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ. ഒപ്പം റഷ്യ യുക്രൈൻ യുദ്ധം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു ആത്മീയമായിട്ട് കാഴ്ചപ്പാട് പറഞ്ഞു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഇത്തരം സംഘർഷങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ, യുദ്ധങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന ഒരു സമയത്ത് ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ അവരുടെ ഒരു ഉത്തരവാദിത്തം എത്രത്തോളം ഗൗരവമേറിയതാണ്? ശരിക്കും നമ്മൾ ഈ യുദ്ധത്തിൻ്റെ ഒരു തീവ്രത നോക്കുകയാണെങ്കിൽ, യുദ്ധം അത് എവിടെ ഉണ്ടായാലും, ഏത് നാട്ടിലുണ്ടായാലും ശരി, അവിടെ ഏറ്റവും കൂടുതലിൻ്റെ ഒരു പരിണിതഫലം അനുഭവിക്കുന്നത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. അത് ചിലരുടെ താല്പര്യങ്ങൾക്ക് പുറത്ത് അല്ലെങ്കിൽ ചില രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് പുറത്ത് നടക്കുന്ന യുദ്ധങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ ഒരു അവസാനം അല്ലെങ്കിൽ ഒരു വിജയം എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ഒരു യുദ്ധത്തിൽ വിജയവും തോൽവിയും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ശരിക്കും ആ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു സമാധാനം കടത്തുന്ന പരിപാടി തന്നെയാണ്. അതുപോലെ ആ നാട് നശിപ്പിക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. അവിടെ ഒരു വിജയവും തോൽവിയും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മളൊരു വിശ്വാസപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കാരണത്തടിക്കുന്നവന് മറുകാരണം കാണിച്ചു കൊടുക്കുക എന്നുള്ള കർത്താവിൻ്റെ വാക്കുകളാണ് നമ്മൾ പിന്തുടരുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന രീതിയിൽ നമ്മൾ പിന്തുടരുന്നത് അതാണ്. പക്ഷേ ചില
സാഹചര്യങ്ങളിൽ, അതായത് ചില സാഹചര്യങ്ങളിൽ നടക്കേണ്ടത് അത് നടന്നേ മതിയാകുള്ളൂ എന്ന് നമുക്ക് ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളും വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് തീവ്രവാദം എന്ന് പറയുന്ന ഒരു ശക്തി, ആ ശക്തിയെ ലോകത്ത് നിന്നും തുടച്ചു നീക്കുവാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനം നടന്നാൽ മാത്രമേ അത് ലോകത്ത് നിന്ന് ഇല്ലാതാവുകയുള്ളൂ, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മൾ ഇപ്പോൾ ഒരു സമാധാനത്തിൻ്റെ വഴികളിലൂടെ നോക്കിയിട്ടും നടക്കുന്നില്ല എങ്കിൽ, ഇപ്പോൾ ഇറാന്റെ വിഷയം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, യുദ്ധത്തിലേക്ക് ചെന്നെത്തുന്നതിന് മുൻപ് ഒരുപാട് തരത്തിൽ ചർച്ചകൾ, സമാധാന ചർച്ചകൾ ഒരുപാട് പല വഴിക്കും നടന്നിരുന്നു. മറ്റ് പല രാജ്യങ്ങളുടെ കെയർ ഓഫിലൊക്കെ പല വഴിക്കും നടന്നിരുന്നു. അതിലേക്കൊന്നും വഴങ്ങാതെ ആയപ്പോഴാണ് യുദ്ധത്തിലേക്ക് എത്തിയത്. അതും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച യുദ്ധമല്ല. വർഷങ്ങളായിട്ട് അമേരിക്കയും അതുപോലെ ഇസ്രായേലും വാണിംഗ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ അവസാനം ഈ ഒരു യുദ്ധത്തിൽ വന്ന് നിൽക്കുന്നത്. ഇതിനു മുൻപും പലതരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള സംഘർഷങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സമാധാനം മാക്സിമം നോക്കിയിട്ട് അവിടെ നടക്കുന്നില്ല, അല്ലെങ്കിൽ സമാധാനത്തിന് വഴങ്ങുന്നില്ല, അത് കൂടുതൽ ലോകത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഈ ഇറാന്റെ ഒരു വിഷയം, ഇറാൻ ആയിട്ട് ഇപ്പം നടക്കുന്ന ഈ യുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് മറ്റ് ചില പ്രശ്നങ്ങളുമുണ്ട്. നമ്മളിപ്പോൾ ഉക്രൈൻ്റെ വിഷയം എടുക്കുകയാണെങ്കിൽ അവിടെ നേരെ ഓപ്പോസിറ്റാണ് വിഷയം വരുന്നത്, ഒരു യുദ്ധത്തിൻ്റെ ഒരു കാരണം വരുന്നത്. അതൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു തർക്കവും ഒരു ഭൂപ്രദേശത്തിൻ്റെ ഒരു തർക്കവുമാണ് വരുന്നത്. പക്ഷേ യുദ്ധം എന്ന് പറയുന്നത് അതൊരു ശാശ്വത പരിഹാരമല്ല. അത് ഇപ്പോഴാണെങ്കിൽ പോലും ഒരു സമാധാനത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു വിശ്വാസപരമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ലോകത്തിന് യുദ്ധം എന്ന് പറയുന്നതോ തീവ്രവാദം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മറ്റൊരുവൻ്റെ ഒരു ജീവൻ എടുക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ 5 വർഷമായിട്ട് നടക്കുന്ന ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയിൽ മാത്രം 2 ലക്ഷം മുതൽ 3 ലക്ഷം പേരാണ് മരിച്ചിരിക്കുന്നത്. അത് ഉക്രൈനിലാണെങ്കിൽ 1.5 ലക്ഷത്തോളം ജനങ്ങളാണ് മരിച്ചിരിക്കുന്നത് ഈ 4 വർഷം കൊണ്ട്. പക്ഷെ അവിടുത്തെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മരണം മാത്രമല്ല, ഈ 2 രാജ്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ചുറ്റും ഉണ്ടായിരുന്ന രാജ്യങ്ങളൊക്കെ അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റഷ്യയിൽ നിന്നും പല രാജ്യങ്ങളും പൈപ്പ് ലൈൻ വഴി പല വാതകങ്ങളും ഇന്ധനങ്ങളും ഒക്കെ കൊണ്ടുവരുന്നു. അതൊക്കെ ഇപ്പോൾ ബ്ലോക്കായിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ആ ഒരു പ്രദേശത്തെ രാജ്യങ്ങളെല്ലാം വേറൊരു കടുത്ത ഒരു പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് ഈ രാജ്യങ്ങളെല്ലാം വളർച്ച മുരടിച്ചിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങളൊക്കെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറാന്റെ വിഷയം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നത്, ഇറാനിൽ 3000-ഓളം ജനങ്ങൾ ഇപ്പോൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഈ കൂടുതലും സൈനികരും അതുപോലെ ഉദ്യോഗസ്ഥരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത് ശരിക്കും ടാർഗറ്റഡ് അറ്റാക്ക് തന്നെയായിരുന്നു. കാരണം അവിടുത്തെ ജനങ്ങൾ ഈ 3000 പേര് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ എത്രയോ ഏറെ ഈ ഭരണകൂടം കാരണം അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള, സാധാരണക്കാരാണ് ഈ ഭരണകൂടം കൊന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ കണക്കല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇസ്രായേലിനും ഇതേപോലെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിൽ 15-ലധികം മരണങ്ങൾ നടന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. അതുപോലെ അമേരിക്കയിലാണെങ്കിൽ, അമേരിക്കയിലേക്ക് നേരിട്ട് അറ്റാക്ക് നടന്നില്ല എങ്കിൽ പോലും അമേരിക്കയുടെ ഭാഗത്ത് ഒരു 13 സൈനികർ കൊല്ലപ്പെട്ടതായിട്ടുണ്ട്. അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു 100-നടുത്ത ആൾക്കാർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകളുണ്ട്. അപ്പോൾ ശരിക്കും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യുദ്ധം ഉണ്ടാവുമ്പോൾ ഇതിപ്പോൾ ഒരു വ്യക്തിയുടെ കടുംപിടുത്തം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒന്നിനും ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള ഒരു കടുംപിടുത്തം അത് യുദ്ധത്തിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്നത്, ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആയത്തുള്ള അലി ഖമേനി, അദ്ദേഹം യാതൊരു വിധത്തിലും മറ്റ് രാജ്യങ്ങളുമായിട്ട് ചേരില്ലായിരുന്നു. ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പുടിൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ആ ഒരു രാജ്യത്തിന്റെ ഒരു ഭാവി തീരുമാനിക്കുന്നത്. അവര് എന്താണോ തീരുമാനം എടുക്കുന്നത് അതാണ് അവരുടെ നാശത്തിന്റെയും അവരുടെ വിജയത്തിന്റെയും ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത് വന്നൊരു വാർത്തയാണ്, അതായത് അമേരിക്കയും ഇസ്രായേലും പ്രോക്സി ഗ്രൂപ്പുകൾക്കെതിരെയുള്ള അറ്റാക്ക് നിർത്തണം എന്നും പറഞ്ഞുകൊണ്ട് ഇറാൻ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം അവർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് തീവ്രവാദ സംഘടനകളെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന് ഫണ്ട് ചെയ്യുന്നുണ്ട് എന്ന് അവർ തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഹൂതികളെയും ഹിസ്ബുള്ളേയും തീവ്രവാദ സംഘടനയെ അറ്റാക്ക് ചെയ്യുന്നതിനോ തീർക്കുന്നതിനോ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ട് തോന്നേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ശരിക്കും തീവ്രവാദം എന്ന് പറയുന്ന ശക്തി ലോകത്തിന് ഭീഷണിയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഏത് ഐഡിയോളജി ആണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സപ്പോർട്ടായാലും ശരി, ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെയോ സപ്പോർട്ടിൽ നടത്തുന്ന തീവ്രവാദമാണെങ്കിൽ അത് ശരി, അത് ലോകത്തിന് ഭീഷണി തന്നെയാണ്. ഇപ്പോൾ നൈജീരിയ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. അവിടെ വെറും വിശ്വാസം എന്നുള്ളൊരു കാര്യം മുൻനിർത്തിയാണ്
ഈ ക്രിസ്ത്യാനികളെ ചുമ്മാ കൊന്നു തള്ളുവാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും അവിടെ ഇപ്പോൾ ശരിക്കും ഈ ക്രിസ്ത്യാനികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീവ്രമായിട്ട് പ്രതികരിക്കില്ല. അതായത് ലോകം മുഴുവനും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾ സമാധാനം പറഞ്ഞുകൊണ്ട് നിൽക്കത്തേ ഉള്ളൂ. നമ്മൾ അതിന് പകരം ആയുധം എടുത്ത് നമ്മൾ ഇറങ്ങത്തില്ല. ക്രിസ്ത്യാനികൾ ഒരിക്കലും ആയുധം എടുത്ത് ഇറങ്ങത്തില്ല. അത് ശരിക്കും ജോൺ പറഞ്ഞതുപോലെ ബൈബിളിലെ പല ഭാഗങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമാധാനത്തിന്റെ വാക്കുകളാണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന ചെറുപ്പം തൊട്ട് പഠിച്ചിരിക്കുന്ന വാക്കുകൾ സമാധാനത്തിൻ്റെതാണ്. മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നത് വലിയൊരു കുറ്റമാണ്, സ്വന്തം ജീവൻ എടുക്കുന്നത് പോലും വലിയൊരു കുറ്റമാണ് എന്ന് പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഒരു കാരണവശാലും നൈജീരിയയിൽ ഇത്രയും ക്രിസ്ത്യാനികളെ കൊല്ലുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് തിരിച്ചടിച്ചേക്കാം അല്ലെങ്കിൽ ആയുധം എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കാലത്തും അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും ശരി ക്രിസ്ത്യാനികൾ അതിന്റെ പേരിൽ ഇറങ്ങുന്നില്ല. പക്ഷെ മറ്റ് പല രാജ്യങ്ങൾ ഭരണകൂടം വേണ്ട രീതിയിൽ തീവ്രവാദികളെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഇടപെടും എന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധങ്ങൾ നടക്കേണ്ടത് തന്നെയാണ്. അത് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഭൂമിയിൽ. അത് യുദ്ധങ്ങൾ ഒന്നും ഇതിപ്പോൾ ആദ്യമായിട്ടുണ്ടായ യുദ്ധമൊന്നും അല്ല. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് നമുക്കറിയാം, വേൾഡ് വാർ 1 ഉം 2 ഒക്കെ നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന യുദ്ധങ്ങളാണ് ഇതൊക്കെ. അതായത് പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണം, ജോൺ പറഞ്ഞ പോലെ തന്നെ പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളാണ്. അത് ഇനിയും നടക്കും. ഇപ്പോൾ ഈ ഇറാന്റെ വിഷയമായാലും ശരി, ഉക്രൈൻ്റെ വിഷയമായാലും ശരി, അത് കഴിഞ്ഞു കഴിഞ്ഞാലും അടുത്തത് എവിടെയെങ്കിലും അടുത്ത യുദ്ധം ഉണ്ടാകും. ഇത് തർക്കങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ലോകത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അത് ലോകത്തുണ്ടാകും. പക്ഷെ അതിനെ കൈകാര്യം ചെയ്യുന്നത് ഒരു ദൈവികമായിട്ടുള്ള ഒരു രീതിയിലൂടെ ആയിരിക്കണം. അവിടെ സമാധാനത്തിനായിരിക്കണം, ഒരു മനുഷ്യ ജീവനുള്ള ഒരു വിലയായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന ശക്തിപ്പെടുത്തുക എന്നതാണ്. നമ്മൾ ഒരിക്കലും ഒരു യഥാർത്ഥ ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ഒരു യുദ്ധവും ആഘോഷിക്കുകയില്ല, ഒരു യുദ്ധവും ആഘോഷിക്കപ്പെടേണ്ടതല്ല. കാരണം എല്ലാ യുദ്ധത്തിലും നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്, ജീവഹാനി ഉണ്ടാകുന്നുണ്ട്, സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നുണ്ട്, മാനസികമായിട്ടുള്ള നഷ്ടങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ, ശാരീരികമായിട്ടുള്ള പരിക്കുകൾ, അങ്ങനെ മാനസികമായിട്ടുള്ള പരിക്കുകൾ, അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആത്യന്തികമായിട്ട് നാം ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിലെ ഒക്കെ ഒരു ദൈവം നമ്മോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ സംഭവങ്ങളിലൂടെയും ദൈവം, അല്ലെങ്കിൽ നമുക്കറിയാം ചരിത്രത്തെ നിയന്ത്രിക്കുന്നവൻ കർത്താവാണ്. അപ്പോൾ കർത്താവിന്, ദൈവത്തിന്, ക്രിസ്തുവിന് ഓരോ സംഭവത്തിലൂടെയും ഇപ്പോൾ നടക്കുന്ന അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധമായിക്കോട്ടെ, ഇപ്പോൾ ഊർജ്ജ പ്രതിസന്ധി ആയിക്കോട്ടെ, മറ്റു വിഷയങ്ങളായിക്കോട്ടെ, നമുക്കറിയാം വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പോലും വ്യക്തമല്ല. അപ്പോൾ ആ ഓരോ സംഭവങ്ങളിലൂടെയും ഓരോ വിഷയങ്ങളിലൂടെയും ഓരോ പ്രതിസന്ധിയിലൂടെയും ദൈവം ലോകത്തിന് ചില മുന്നറിയിപ്പുകൾ, ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് കൂടുതൽ പ്രാർത്ഥനയിലേക്ക്, കൂടുതൽ ഒരു പരിത്യാഗത്തിലേക്ക് വരിക എന്ന ഒരു ഉത്തരവാദിത്തമാണ് ക്രിസ്ത്യാനികൾക്കുള്ളത്. നമുക്കറിയാം, നമ്മൾ ഹോളി വീക്കിലേക്ക്, വെള്ളിയാഴ്ചയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. കൂടുതൽ പ്രാർത്ഥന ശക്തിപ്പെടുത്തേണ്ട സമയങ്ങൾ, കൂടുതൽ പ്രാർത്ഥനയിൽ ആഴപ്പെടേണ്ട സമയങ്ങൾ, കൂടുതൽ പരിത്യാഗത്തിലേക്ക് കടന്നു വരേണ്ട സമയങ്ങൾ. അപ്പോൾ അതിനാൽ തന്നെ നമുക്കറിയാം, കർദിനാൾ പിയട്രോ പരോളിൻ ആഹ്വാനം ചെയ്തൊരു കാര്യമുണ്ട്, ഈ ഈസ്റ്റർ സീസണിലെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യുദ്ധം അവസാനിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ സ്ഥിരമായി പറയുന്നൊരു കാര്യമാണ്, യുദ്ധം അവസാനിക്കുമ്പോൾ പോലും ഇസ്രായേൽ പോലുള്ള രാജ്യത്തിന് സ്വസ്ഥമായി സമാധാനപരമായിട്ട് ഈ ലോകത്ത് നിലനിൽക്കുവാൻ, ജീവിക്കുവാനുള്ള എല്ലാ അവകാശം കൂടിയുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദ ചിന്താഗതികൾ ലോകത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അതിനാൽ നമുക്ക് പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തെ ഓർത്ത് നമുക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാം. അതേസമയം തന്നെ ഈ യുദ്ധത്തിൽ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മരിച്ചു വീഴുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ആത്യന്തികമായിട്ട് ഈ ലോകം മുഴുവൻ പിടിച്ചെടുക്കിയാൽ നമുക്കൊരു ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് പ്രയോജനം? അപ്പോൾ അതിനാൽ തന്നെ മരിച്ചു വീഴുന്ന ഓരോ ആത്മാവും അത് വിലയേറിയതാണ്. അവരുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ മരിച്ചു വീഴുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പരിക്കേൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനാൽ തന്നെ ഒരു പ്രാർത്ഥനയുടെ ഒരു കാലഘട്ടമായിട്ട് എനിക്ക് തോന്നുന്നു ഈ യുദ്ധത്തിൻ്റെ ഒരു കാലഘട്ടം മാറ്റാമെന്ന് എനിക്ക് തോന്നുന്നു. യുദ്ധം എത്രയും വേഗം അവസാനിക്കാൻ തന്നെ നമുക്ക് തീർച്ചയായും പ്രാർത്ഥിക്കാം. വളരെ വ്യക്തമാണ്, പ്രാർത്ഥനയ്ക്കുള്ള ഒരു ആഹ്വാനം തന്നെയാണ് ഈ യുദ്ധം നമുക്ക് നൽകുന്നത്. എപ്പോഴും ഞങ്ങൾ പറഞ്ഞ് നിർത്താറുള്ളത് പോലെ തന്നെ യുദ്ധം ആഘോഷിക്കപ്പെടരുത്, ആഘോഷിക്കാനുള്ളതല്ല സംഘർഷങ്ങളും ആഭ്യന്തര കലാപങ്ങളും ഒക്കെ. അതിനാൽ തന്നെ ഒരു പ്രാർത്ഥനയുടെ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ ഈ യുദ്ധം അല്ലെങ്കിൽ സംഘർഷം കാരണമാകട്ടെ. യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുന്നവർക്ക് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ആത്മരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ യുദ്ധത്തിലൂടെ സ്വർഗം നൽകുന്ന മുന്നറിയിപ്പുകൾ ഏറ്റെടുത്തുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് ജീവിതങ്ങളെ ക്രമപ്പെടുത്താം എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.